നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി തള്ളി നിൽക്കുന്നത്. അല്ലാണ്ട് സ്വരൂപിച്ച് വെച്ച പൈസ ഒന്നും എടുത്ത് കളിക്കുന്നവരല്ല. അപ്പം നമുക്ക് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ അവർ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മളെ കയ്യിലും ഉണ്ടാവില്ല കൊടുക്കാൻ. ഇപ്പം ചിലപ്പോൾ അക്കൗണ്ട് നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് അയ്യോ ഇന്നിപ്പോൾ എനിക്ക് 200 രൂപ, എൻ്റെ അക്കൗണ്ടിലൊക്കെ അങ്ങനെ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് വർക്കിന് പോയാൽ നമുക്കൊരു ഷെഡ്യൂൾ ടു ഷെഡ്യൂൾ, അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പിറ്റേ ഷെഡ്യൂൾ, അങ്ങനെയൊക്കെ പേയ്മെന്റ് വരുള്ളൂ. അത് എനിക്കൊരു മാസത്തിൽ 30 ദിവസം വർക്കൊന്നുമില്ല, 4 ദിവസം കണ്ടേ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരെ കാഴ്ചപ്പാട് വേറെയാ, നമ്മളെ ഇഷ്ടം പോലെ എടുത്ത് കളിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. നമ്മൾ എല്ലാം ചെയ്യുന്നതാണ്. വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കുറച്ച് പൈസ അയച്ചു, ഒരു 5000 രൂപ അയച്ചു. ഞാൻ ആരുടെടുത്തും വീഡിയോ കാണാൻ പറഞ്ഞിട്ടുമില്ല, അതിന് ഞാൻ ശമ്പളം കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഞങ്ങൾ ഈ ഹോം ടൂർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് എവിടെയും നോട്ട് അടിക്കുന്ന മെഷീനില്ല. ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഇരുന്ന് നോട്ട് അടിച്ചിട്ട് രാവിലെ ആകുമ്പോൾ അത് ഉണക്കി കടയിൽ കൊണ്ട് കൊടുക്കുന്നില്ല. ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ തൊട്ട് ഞങ്ങൾക്ക് നല്ല ആവശ്യങ്ങളുള്ള അവസരത്തിൽ ഒരാളുടെ നിന്ന് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കല്യാണം നടത്തിയത് ഞങ്ങളുടെ പൈസ കൊണ്ടിട്ടാണ്. അത് ഒരാളുടെ നിന്ന് ഞങ്ങൾ ചോദിക്കാനും പോയിട്ടില്ല. ആരും അങ്ങനെ വന്ന് തരണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ അറിയാവുന്ന ആൾക്കാർ പോലും പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, എനിക്കറിയാം. അത് തന്നെയാണ് അവരുടെ റീസണും വരാതിരിക്കുക. അയ്യോ ഞാനത് വളരെ ബിസി ആയിരുന്നു കേട്ടോ. ബിസി ഒന്നുമല്ല, അവർ വീട്ടിൽ വെറുതെ ഇരുന്ന് വല്ല സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. സ്പെസിഫിക്കലി നമ്മളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്കും അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾക്ക് നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലായിരിക്കും, അതായിരിക്കും. ഈ നന്നാവുക എന്ന് പറയുന്നതും ആപേക്ഷികമാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം. ഹാപ്പിനെസ്സും ചില ആൾക്കാർക്ക് പൈസ ആയിരിക്കാം, ചില ആൾക്കാർക്ക് പൈസ അല്ലായിരിക്കും. അവിടെയാണ് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത്. ഈ കമന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ, ഞാൻ എന്റെ ഭാര്യയുടെ മാറി നിൽക്കണം, അങ്ങനെയല്ല, ഞാൻ കാരണമാണോ മറ്റേ ആൾ ഇത്രയും ഹേറ്റ് ആയിട്ട്. മാറി നിന്നിട്ടൊന്നുമില്ല, എവിടെയും നിന്നിട്ടില്ല. പക്ഷെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ. ഒതുങ്ങിയപ്പോഴും അവര് അത് വെച്ചിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാനിപ്പൊ ചിരിച്ചോണ്ടിരുന്നപ്പോൾ ഇതെന്താ ഇങ്ങനെ ഏത് നേരം ഇളിച്ചോണ്ടിരിക്കുന്നു, വായും തുറന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ വിവരം കെട്ടതിനും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട്. എന്നാ പിന്നെ നോർമലി എന്നാ പണ്ട് കണ്ട ആ സന്തോഷം ഇല്ലല്ലോ ഇപ്പൊ, അതും പ്രശ്നം. ഇപ്പൊ ഏത് രീതിയിൽ ഇരിക്കണം, നമ്മൾ ഏത് രീതിയിൽ. ഒരു ദിവസം രാവിലെ ഞാൻ ചോദിച്ചു നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന്. കാരണം യൂട്യൂബിൽ ന്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആയിന്ന്. അത് എത്ര പ്രാവശ്യം വന്നു അറിയോ ഡിവോഴ്സ് ആയി വന്നിട്ട്? ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ വക്കീലാണ്, ഞാനാണ് ഫയൽ ചെയ്യേണ്ടത്. ഫയൽ ചെയ്യണമെങ്കിലും ഫയൽ ചെയ്തോ? ഇല്ല, എല്ലാ ദിവസവും ചോദിക്കണം, കാരണം യൂട്യൂബിൽ അങ്ങനെ വരാം. എന്തിനാണെന്ന് നമുക്കറിയില്ല. അതും ഞാൻ പറയണു, കഷ്ടപ്പെട്ട് ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആരോ എടുത്ത വീഡിയോ വെട്ടി മുറിച്ച് അത് നമ്മള് സംഭവിച്ച ഇവര് ഈ സൂം ചെയ്തിടുന്നോണ്ടാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നില്ലേ, ആ സൈസാണ് ഞാൻ എന്നെ നേരിട്ട് കണ്ടാല് അല്ലല്ലോ. എന്നോട് പറയും, ഇതിപ്പം എത്രയോ ആൾക്കാർ പറഞ്ഞിട്ട് അയ്യോ സീരിയലൊക്കെ കാണുമ്പോൾ വലിയ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളിപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ ശരിക്കും എന്നെ തന്നെ ഞാൻ ഇന്നലെ ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മേക്കപ്പ് ചെയ്യുന്ന പയ്യനുണ്ട് കേട്ടോ സ്ഥലത്ത്, ചേച്ചിൻ്റെ കമൻറ്റ് ചേച്ചീനല്ല ഏട്ടനെ പറയുന്നത്. ഞാൻ പറഞ്ഞു എടാ കണ്ടിട്ടില്ല, എന്താ ചേച്ചി നിങ്ങളൊന്നും അങ്ങനെ എല്ലാ ആൾക്കാരല്ലല്ലോ. ഞാൻ പറഞ്ഞു എടാ വീഡിയോ കണ്ട് നോക്കിയ നീ ഇതെന്തെന്നാന്ന് എനിക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ട ഞാൻ ഇത്രക്കല്ല, എൻ്റെ ചേച്ചീൻ്റെ പകുതിയും കൂടി ചേച്ചിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ ലൊക്കേഷൻ എല്ലാവരും പോയിട്ട് എനിക്ക് മാനസികമായിട്ട് എനിക്കൊരു എന്നെ തന്നെ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോലും സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ഫുഡ് കഴിക്കാൻ. ഇപ്പൊ ഏട്ടൻ നിർബന്ധിച്ച് കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്തേക്ക് വരുന്ന അറിയാം, ഇത് തിന്നൊക്കെ തടി വരുമോ. സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെ കഴിച്ചിട്ടില്ല, അത് പറഞ്ഞാൽ വിശ്വസിക്കൂല. പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇനിയിപ്പോ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണം കോവിഡോ ഇതൊന്നും ആയിരിക്കില്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കമന്റ് ആൾക്കാരായിരിക്കും. ഇത് കാരണം മാനസികമായിട്ട് അത്രയും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വ്യക്തികൾ. ഒന്ന് നേരിട്ട് കണ്ടവരുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോലീസ് അതോറിറ്റീസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. ഞാൻ പല പ്രാവശ്യം ഇവരൊക്കെ നല്ല കുടുംബത്തിൽ ഇവരുടെ കുടുംബക്കാരെ ദ്രോഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഉണ്ടാതിരുന്നതാണ്. പക്ഷേ ഇനിയില്ല. കാരണം അത് ആക്ഷൻ എടുക്കാൻ ഒരു ലീഗൽ കേസ് ഫയൽ ചെയ്ത എന്നുള്ളതല്ല, പോലീസിനോട് ഡയറക്റ്റായിട്ട് പോയിട്ട് ഇതാണ് കാര്യം, സൈബർ സെല്ല് ഈ ഫേക്ക് ID വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടോ ഈ ജാട കാണിക്കുന്ന പ്രൊഫൈൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അത് കുറേ ഫേക്ക് IDs ഉണ്ട്, അതൊക്കെ IP അഡ്രസ് വെച്ച് ട്രേസ് ആവും. സൈബർ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ട്രേസ് ആവും. അതല്ലാതെ ശരിക്കും റിയൽ ID വെച്ചുകൊണ്ട് എന്തോ എന്നെ ആരും ഒന്നും തൊടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു നടക്കുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. ബൈ ദ വേ, എൻ്റെ പേര് ക്രിസ് വേണുഗോപാൽ, KRISSVENUGOPAL. സ്പെല്ലിംഗ് അറിയില്ല എന്നുണ്ടെന്ന് പിന്നെ പറയരുത്. ഇത് പോസ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കുക. ഇതാണ് എൻ്റെ പേര്. അല്ലാതെ മുത്തശ്ശൻ, കിളവൻ, അത് ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് പേരറിയാത്തോണ്ടാണെന്നുണ്ടെങ്കിൽ ചോദിക്കേ, ക്രിസ് എന്ന് വിളിക്കുക, KRISS മതി. നട്ടല് വേണം മിനിമം. കാരണം ഫോൺ നമ്പർ അയച്ചു കൊടുത്തിട്ട് വിളിക്കാൻ ധൈര്യമില്ലാത്ത ഇവരൊക്കെ ഞാൻ എന്ത് പറയാൻ. ഒരു സ്ക്രീനിന്റെ മറയിൽ ഇരുന്നിട്ട് പറയാൻ ധൈര്യം ഉണ്ടാവും. സ്ക്രീനിന്റെ മറയോ? ഇവരൊക്കെ ഞാൻ പറയുന്നില്ല, എന്തിന്റെ മറയിൽ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. അല്ല, ആൾക്കാരൊക്കെ കമന്റ്സ് ഇടുന്നവരിലും അല്ലെങ്കിൽ നമ്മൾ ലൈവ് പോയാലൊക്കെ മൈൻഡ് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ടത് എത്ര വെച്ചാലും നമ്മൾ പിന്നെ അതിന് കണക്കായി നല്ല ബോൾഡായ ആളായിരിക്കണം. ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ദേഷ്യമൊക്കെ വരും. എവിടെ ബോൾഡ് ആവണോ അവിടെ ആവാതെ, എവിടെ ബോൾഡ് ആവണ്ടോ അവിടെ ബോൾഡ് ആവും. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തടയും. അത് ഇപ്പൊ മോളെ കുറിച്ച് പറഞ്ഞ നമുക്ക് വിഷമം വരില്ല. അത് അനുഭവത്തിൽ വന്ന പറയാം, അല്ലോ എന്നെ ഉപദേശിക്കാം ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി. പക്ഷെ ഓപ്പോസിറ്റ് എനിക്ക് അത് വന്നാൽ എനിക്ക് വിഷമം. എനിക്കിങ്ങനെ കമന്റ് ഒക്കെ വായിച്ച് നമ്മൾ ആളുകൾ ഇപ്പൊ ഇനി സൈക്കോളജിക്കലി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കെട്ടും. ഇതേപോലെ മനസ്സിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ വീൽ പുട്ട് ഓൺ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനകത്തുള്ള വിഷമം കളയണം. സോ ഹൂംസോ വാണ്ട്സ് ടു റെഡ്യൂസ് വെയിറ്റ്, ആദ്യം മനസ്സിലെ വിഷമം കളയണം. അത് ആലോചിച്ച് വിഷമിക്കും തോറും ഇനിയും വണ്ണം വെക്കത്തേ ഉള്ളൂ. ആഹാരം നമ്മൾ 3 നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം 5 നേരമായിട്ട് നമ്മൾ അതേ എമൗണ്ട് ഓഫ് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും. കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും നോൺ വെജ് എന്നുള്ളത് മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു നോൺ വെജ് എന്നാക്കി കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജഷൻ വന്നിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തടി കുറയും. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വെള്ളം ഷുവറായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. ഹൈഡ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ തരം പ്രശ്നങ്ങളും നമുക്ക് വരും. സോ മനസ്സ് ക്ലിയർ ആയിട്ട് വെക്കുക. ഫുഡിൽ ഡയറ്ററി കൺട്രോള്, ആഹാരം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, കഴിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് 5 അല്ലെങ്കിൽ ചെറിയ എമൗണ്ട്സ് ആയിട്ട് കഴിക്കണം. 100 ഗ്രാം വെജിറ്റബിൾസ് ഡൈജസ്റ്റ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് 4 മണിക്കൂറിലൊരിക്കൽ നമ്മൾ ആഹാരം കഴിക്കുന്നത്. 100 ഗ്രാം നോൺ വെജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ 72 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് സ്വെറ്റും ബ്രെത്തും ഒക്കെ സ്മെല്ല് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നോർമലായിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാൾ മെലിഞ്ഞ് കറക്റ്റ് എമൗണ്ട് ഓഫ് എത്ര ആവശ്യമുണ്ടോ അത്രയും വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇത്രയും പറയുന്ന നിനക്ക് വയറല്ലേടാ കിളവ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ, എൻ്റെ പേര് കിളവനല്ല, ക്രിസ് ആണ്. മുതുക്കനല്ല, മുത്തശ്ശനല്ല. മുത്തശ്ശൻ എൻ്റെ ക്യാരക്ടറുടെ പേരാണ്. ഈ വയറ് എന്ന് പറഞ്ഞാൽ എൻ്റെ L3 ഒരു ഷിയറിൽ പൊട്ടിയത്, ബൈക്ക് ആക്സിഡന്റിൽ പൊട്ടിയതാണ്. അതിനുശേഷം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാതെ ടോൺ പോയതാണ്. ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെയും ആ ബോണിന് പ്രശ്നം വരും. ഇത് മെഡിക്കലി ഏതൊരു ഡോക്ടറിനും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം കമന്റ് അടിക്കാനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും റീസൺ വേണം. പറഞ്ഞിട്ട് പോലെ ഞാൻ ചേച്ചി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് വിഷമം ഇതുപോലെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇനി 10 പേര് കൂടി ഇനിയും അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇനിയും വണ്ണം വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എത്ര സെൻസിറ്റീവ് ആവുന്നോ അത്രത്തോളം നമ്മൾ വണ്ണം വെക്കും. അത് മാറ്റാൻ പറ്റില്ല. ഈ നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് മറ്റേ ഓവർ ഈറ്റിംഗ് സ്വഭാവമുണ്ട്. അത് വരും, അങ്ങനെയാണ് വരുന്നത്. കാരണം ഇവിടെ മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരിഞ്ഞ് കെട്ടുന്നത് പോലെ മനസ്സിലെ മുറിവുണ്ടായാൽ വീൽ പുട്ട് ഓൺ വെയിറ്റ്. അത് ഓവർ ഈറ്റിംഗ് വഴി മാത്രമേ പറ്റുള്ളൂ. അത് ഡൈജസ്റ്റ് ആവില്ല, നമുക്ക് ഫാറ്റായിട്ട് ഡെലിവർ ആകത്തേ ഉള്ളൂ. നമ്മുടെ ബോഡീൻ്റെ വർക്കിംഗ് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വണ്ണത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 30 കിലോ കൂടി സ്വന്തം വീട്ടിൽ ഭാര്യയ്ക്ക് ആഹാരം ഉണ്ടോ എന്ന് നോക്കാത്ത ഇവനൊക്കെയാണോ എൻ്റെ ഭാര്യയ്ക്ക് വെയിറ്റ് കൂടിയോ കൂടിയില്ല എന്ന് തൂക്കി നോക്കിയത്? അവനാണോ അവൻ തൂക്കി നോക്കിയത്? അപ്പോൾ ഇതൊക്കെ പറയാനുള്ളവൻ അവൻ്റെ വീട്ടിൽ സ്വന്തം മക്കൾക്ക് ആഹാരം ഉണ്ടോ എന്ന് നോക്കാത്തവനായിരിക്കാം. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ജീവനോടുണ്ടോ ഇല്ലെന്ന് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരായിരിക്കാം പെണ്ണുങ്ങളായിട്ട് അവർ. അല്ലെങ്കിൽ എന്ത് ഫ്രസ്ട്രേഷനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എനിക്ക് വേറെ നല്ല പണിയുണ്ട് ചെയ്യാൻ.
എനിക്ക് എൻ്റെ പേഷ്യൻസ് നോക്കാനുണ്ട്, എൻ്റെ ക്ലയൻസിന് ലീഗൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുണ്ട്, എനിക്ക് എഴുതാനുണ്ട്, എനിക്കത് കൂടാതെ ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ മോർണിംഗ് മെസ്സേജ് എഴുതിയില്ല. എനിക്ക് അത്രയും വർക്ക് ലോഡും സ്ട്രെസ്സും എല്ലാം ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ എഴുതിയില്ല. എൻ്റെ അടുത്ത് പല ആൾക്കാരും എഴുതി ചോദിച്ചു എന്തുകൊണ്ട് എഴുതിയില്ല. അത് ഞാൻ ഹ്യൂമനാണ്, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഞാൻ ദൈവമൊന്നുമല്ല. എന്തുണ്ടായാലും ഇങ്ങനെ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് വറീഡാവാൻ എനിക്ക് താല്പര്യമില്ല. ഇവർ പറഞ്ഞോട്ടെ.